കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ശ്രദ്ധയോട് കൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. ശ്രദ്ധയോട് കൂടെയുള്ള പ്രാർത്ഥന കേൾക്കും. ദൈവസഭ എന്ന് പറഞ്ഞാൽ നാം കൂടി വരുന്ന ഓരോ വ്യക്തികളുമാ ദൈവസഭ. ഹല്ലേലൂയ. ഇന്ന് പകൽ സഭയുടെ ഒരു വ്യക്തിക്ക് വേദന വന്നാൽ ആ സഭയ്ക്ക് മുഴുവനും വേദനയാണ്. ദൈവസന്നിധിയിൽ ദൈവസഭയോട് കൂടി ചേർന്ന് ആരാധനയിൽ ശ്രദ്ധയോട് കൂടി ആരാധിച്ച് മുന്നേറുന്നവന്റെ മുൻപിൽ ഹല്ലേലൂയ തനിയെ സ്വതവയെ തുറക്കുന്ന ഒരു പകലായി ഇന്ന് രാത്രിയിൽ. So what is forgiveness? The way I have described it here is it's basically a choice to let go of an anger you have towards somebody, but instead treating them with love just as our Father in heaven has. So righteousness means living in right relation with God, other people and all creations. We act with righteousness when we live honestly and faithfully according to God's instruction. In Jesus' teaching, righteousness describes not only praying or fasting but also giving generously to the poor, forgiving others and loving our enemies. പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. നമ്മളെ ദൈവത്തിൻ്റെ പ്രത്യേകത സ്തുതി ഇഷ്ടപ്പെടുന്നതും സ്തുതി കൊതിക്കുന്ന ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ശരീരത്തിൽ വന്ന് എവിടെയാണ് വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് വസിക്കുന്നു, പക്ഷേ എന്നിൽ വന്ന് വസിക്കണമേ, അതെൻ്റെ ഹൃദയത്തിലായിരിക്കും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? ഭയങ്കര നിർമ്മലമായിരിക്കണം. പിന്നെ കുറച്ചും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നിൻ്റെ ഹൃദയത്തിലല്ല, നിൻ്റെ അധരത്തിലാണ്. കുറച്ച് നേരം ഞാനത് ചിന്തിച്ചു. അതിന് റിലേറ്റീവ് വേഴ്സൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് വാസ്തവമായി നമ്മളിൽ വസിക്കുന്നത് നമ്മുടെ നാവിലാണ്. അപ്പോൾ സഹനത്തിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ താങ്ങാകുമെന്ന് നമ്മൾ കരുതുന്ന പലരും നമുക്ക് താങ്ങാവില്ല. ഒരിക്കലും അവർ ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമ്മളോട് പറഞ്ഞെന്ന് വരില്ല. എന്നാൽ ഈ വചനത്തിൽ തന്നെ ഇയ്യോബിന് തിരിച്ചു ദൈവം ഇതിൻ്റെ 7 മടങ്ങ് പ്രതിഫലം ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ കർത്താവ് നമ്മുടെ സഹനത്തിൽ നമുക്ക് കൂടെയുണ്ട്. കർത്താവിൻ്റെ ഉണ്ടങ്കൈയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദേഹവും ദേഹി ആത്മാവാണ്. ദേഹവും ദേഹിയും ഈ ലോകത്തിലെ ഈ ആത്മാവിന് ജീവൻ വരണമെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വരണം. എന്ന് നമ്മൾ ദൈവത്തിനെ സ്വീകരിക്കുന്നുവോ അന്നാണ് ആത്മാവിന് ജീവൻ വരുന്നത്. ആ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ജീവൻ നമ്മുടെ പുറമേ കാണുന്ന ഈ ശരീരത്തിൻ്റെ ജീവനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന് ജീവൻ വരുന്നത് നീ രക്ഷിക്കപ്പെടുമ്പോഴാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം സ്നാനപ്പെട്ടിരിക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്.